ഹലോ, നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കിയാലോ? ഇത് കാണുമ്പോൾ കേക്കാന്ന് തോന്നും. കേക്കല്ല, ബ്രെഡാണ്. പക്ഷേ കേക്കിൻ്റെ ഷേപ്പുള്ള ബ്രെഡാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ജാമിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ അധികം മധുരമൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ടേസ്റ്റുള്ള കേക്കാണ്. കേക്കല്ല, ബ്രെഡാണ്. ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി വേണ്ടത് 1/2 കപ്പ് പാലാണ്. ചൂട് പാലാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. നല്ല ഈസ്റ്റ് ആയിരിക്കണം. പഴയ വീട്ടിലുള്ള ഈസ്റ്റൊന്നും ചേർക്കരുത്. പുതിയ ഈസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, എങ്കിലേ അത് പൊങ്ങി വരുള്ളൂ. പിന്നെ പാല് ചൂട് പാലായിരിക്കണം, എങ്കിലേ പെട്ടെന്നത് ആക്റ്റീവായി കിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ പകരം ചൂടുവെള്ളം ചേർക്കാവുന്ന കേട്ടോ. പക്ഷേ പാലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് ഉപ്പ്, പിന്നെ 2 കോഴിമുട്ട. അങ്ങനെ നമ്മൾ മുട്ട ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. 2 or 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്താൽ മതി. മിക്സ് ചെയ്തിട്ട് വെള്ളം പോലെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒരുപാടായി പോവുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. ഞാനിതിലേക്ക് ഏകദേശം 4-5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ നന്നായി ഇളക്കി അത് ഈ പരിവാവുന്ന സമയത്ത് നമ്മുടെ ഇളക്കൽ മിക്സിങ്ങൊക്കെ നിർത്തുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരും. ഇനി പൊങ്ങി വന്നതിന് ശേഷമാണ് അടുത്ത പരിപാടി. കൃത്യം 1 മണിക്കൂർ തന്നെ വെക്കണ്ട. 1 മണിക്കൂർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോകരുത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ. ഈസ്റ്റ് ആകുമ്പോൾ മാത്രമേ ഇതുപോലെ പൊങ്ങി കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നല്ല ലൂസല്ല, അത്യാവശ്യം ഒരു ഒട്ടുന്ന പരിവായിരിക്കും ഇത്. ഇനി നമ്മളിത് ഒഴിക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ടിന്നെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നില്ലെങ്കിൽ വേറെ എന്ത് പാത്രം ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പാത്രങ്ങൾ, ലഞ്ച് ബോക്സൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാവ് എല്ലാതും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കുറച്ച് ഓയിലാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നാലും ഒട്ടിപ്പിടിക്കും. ചെറുതായിട്ട് നാക്കി കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കാഷ്യൂനട്ടോ കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഉണക്കമുന്തിരിയുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുന്തിരിക്ക് വെച്ചുള്ള ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്നും കൂടി പൊങ്ങി വരും കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഇളക്കി മാവ് ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് പൊങ്ങി വരും. ഈ പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ആ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതൊന്നും ഒരിക്കലും മറന്നു പോകരുത്, മിസ്സായി പോകരുതേ. അങ്ങനെ കുറച്ച് വെള്ളം വെച്ച് നന്നായി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഓട്ടപ്പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ബേക്ക് ചെയ്ത് നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 35-40 മിനിറ്റ്, 35 അല്ലെങ്കിൽ 30 മിനിറ്റ് ചില സമയത്താവും, ചിലപ്പോൾ 35-40 മിനിറ്റ് വരെ ആവും കേട്ടോ സമയം. അങ്ങനെ ഇതാ പൊങ്ങി വന്നിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കാണാൻ. ശരിക്കും കേക്ക്, നല്ല കേക്ക്. ഇത് കേക്കല്ല, ഞാൻ അതേ പറയുന്നുണ്ട്, ബ്രെഡാണെങ്കിൽ കുട്ടികൾക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. ജാമ്, ന്യൂട്ടലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് മാത്രം മതി. കുട്ടികൾക്ക് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. പിന്നെ ചൂട് പോയതിന് ശേഷം മാത്രം എടുക്കുക. ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ചിലവർക്ക് ഈസ്റ്റിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ അധികം ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യുക, കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കയുടെ കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ കളറൊന്ന് ചേഞ്ച് ആവും വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ഇത് എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് ഭംഗിയെ കാണാൻ. ഇതിൻ്റെ അടിഭാഗം എത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആവിൽ ആവുന്ന സമയത്ത് ഒരു കരിഞ്ഞു പോവില്ലല്ലോ. നല്ല ഭംഗിയായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ലെവലായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ശരിക്കും ഇത് മറിച്ചിടാനേ തോന്നുന്നില്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷം. നമ്മൾ ആവിലാവുമ്പോൾ എങ്ങനെ ആവും. പിന്നെ മുകൾ ഭാഗം ചെറുതായി വിണ്ടിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗവും ഒരേപോലെ ആയിട്ട് ഉണ്ട്. പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും.
ഇതിൻ്റെ കൂടെ ന്യൂട്ടെല്ല, പൈനാപ്പിൾ ജാം എന്തെങ്കിലുമൊക്കെ ജാം ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ അടിഭാഗമാണ് നല്ല സോഫ്റ്റ്, എത്രത്തോളം സോഫ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാകും. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. കുക്കിംഗ് വീഡിയോ മാത്രമല്ല, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒക്കെ നിങ്ങൾ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് കണ്ടോ, മുറിക്കുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ മുറിച്ച് കിട്ടുന്നതാണിത്. നമ്മൾ സാധാ ബ്രെഡ് അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്